മാരാക്കുന്നത്. ജനങ്ങളാണ് നിങ്ങളെ സൃഷ്ടിക്കുന്നത്. ആ ജനങ്ങളെ കാര്യം നിങ്ങൾ മറന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റൂല. ഏത് അധികാര സ്ഥാനത്തെക്കാളും വലുതാണ് ജനങ്ങളെന്ന കാര്യം ആരും മറന്നു പോകരുതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നിറവേറ്റാൻ ബാധ്യതപ്പെട്ട മുന്നണിയാണ്. വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നിറവേറ്റി, ചിലത് ബാക്കിയുണ്ട്, അതിന് ശേഷം ചേർത്ത വാഗ്ദാനങ്ങളും നടപ്പിലാക്കുക. നമ്മുടെ രാജ്യത്ത് ഈ ഗവൺമെന്റ് ഒരു മാതൃകാ ഗവൺമെന്റായി മാറുക. അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ഭരണകാലത്ത് നമ്മളിതൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ്. നമുക്ക് അനിവാര്യമായി ലഭിക്കേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ലഭിക്കാൻ നമ്മുടെ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന കാര്യം ഉറപ്പിച്ചു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആ പങ്കാളിത്ത പെൻഷൻ എന്ന നിങ്ങളുടെ മുദ്രാവാക്യം നിങ്ങൾ അന്ന് മുതൽ ഉന്നയിക്കുന്നതാണ്. അത് ഇവിടെ നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ ഉറച്ച് ഞങ്ങളും നിങ്ങളെ കൂടിയുണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ സാമ്പത്തിക പ്രശ്നം ഗവൺമെന്റിന്റെ പൊതുനിരയെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റിനെ ഒരു ശത്രുരാജ്യത്തെ പോലെ പെരുമാറുക. ഒരു ശത്രുരാജ്യത്തെ എങ്ങനെയാണ് പെരുമാറുന്നത്? ആ ശത്രുരാജ്യത്തിന്റെ കണക്കിലാണ് കേരള ഗവൺമെന്റ്. കാരണം എന്താ? കേരള ഗവൺമെന്റ് മാത്രമേ അവർ തീരുമാനിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കാത്ത ഗവൺമെന്റ് ഉള്ളൂ. അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് സാധ്യമല്ല. അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് അപകടം വിതക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിനെ ശത്രു ഗവൺമെന്റായി കണ്ടുകൊണ്ടാണ് അവർ പെരുമാറുന്നത്. നിങ്ങൾക്കറിയാലോ, ഇവിടെ കോവിഡ് വന്നു. നിങ്ങളൊക്കെ തന്നെ കോവിഡിൽ അനുഭവിച്ച കാര്യങ്ങൾ ഞങ്ങളെല്ലാം അനുഭവിച്ചതല്ലേ. ആ കോവിഡ് കാലത്തും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു. കോവിഡ് കാലത്തും നിങ്ങൾ സേവനം ചെയ്തു. നമ്മുടെ നാട്ടിൻ്റെ പൊതുവായ കാര്യങ്ങൾ സർക്കാർ ജീവനക്കാരെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും രണ്ടു തട്ടിലല്ല, രണ്ടും ചേർന്നുകൊണ്ടാണ്. ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തുന്നത് ഈ ജീവനക്കാരിലൂടെയാണ്. ജീവനക്കാരും ഗവൺമെൻറ്റും തമ്മിൽ ഒരു ലിങ്ക് ഇല്ലെങ്കിൽ, ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ സർക്കാർ പ്രവർത്തനം ഒരിക്കലും നേരെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാരും ജീവനക്കാരും തമ്മിലുള്ള ബന്ധം ഏറ്റവും കൂടുതൽ നന്നാക്കാൻ ബാധ്യത സർക്കാരിനുണ്ടെന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സർക്കാർ നമ്മുടെ നാട്ടിലെ ജീവനക്കാരോട് ഏറ്റവും മാന്യമായി പെരുമാറണം. ആ ജീവനക്കാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിച്ച് അതിൽ തീരുമാനമെടുക്കണം. അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അസംതൃപ്തരായ സമൂഹം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് നല്ല കാര്യമില്ല. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് സർക്കാർ ഓഫീസുകളിൽ ആളെ കുറയ്ക്കുന്നതിന് അവരൊരുപാട് മാർഗങ്ങൾ കാണുന്നുണ്ട്. അതിലൊന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇവിടെ നമ്മുടെ സാക്ഷാൽ ഇവിടുത്തെ വിമാന കമ്പനികളുണ്ടല്ലോ, അതിൽ എയർ ഇന്ത്യയാണ് ഇപ്പം വിമാന കമ്പനി മാറി. എയർ ഇന്ത്യയുടെ വിമാന കമ്പനി ഇപ്പം മാറിയപ്പോൾ അതിൽ ജീവനക്കാരുണ്ട്. ആ ജീവനക്കാർ അവരോട് ഇവർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് തൽക്കാലം വിഷമമില്ല, പക്ഷെ എന്താ, ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ വരണോ വരണ്ടേ എന്ന കാര്യം നമ്മൾ പരിശോധിക്കാം. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് വേണ്ട. നമ്മളെങ്ങനെയാണ് ജോലിക്ക് ചേരുന്നത്? നമ്മളൊരു ജോലിക്ക് ഒരു ഉദ്യോഗസ്ഥയായാൽ നമ്മളെ പ്രതീക്ഷ എന്താ? 56 വയസ്സ് അല്ലേ? ഇപ്പം 56 വയസ്സ് വരെ നമുക്ക് സുരക്ഷിതമാണ്. പിന്നെ നമുക്ക് ജനങ്ങളെ കൂടിയാണെങ്കിലും സർക്കാർ സഹായിക്കും. ഈ ബോധമല്ലേ ജോലിക്ക് വരുന്നത്? അല്ലെങ്കിൽ ഇതിനേക്കാൾ ശമ്പളം കിട്ടുന്ന പല ജോലിയും മാറ്റിവെച്ച് വരുന്നതിൻ്റെ കാര്യം എന്താ? അങ്ങനെ വരുന്ന നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം കരിഞ്ഞു പോകുന്നൊരു സ്ഥിതി വന്നാലോ? അത് പറ്റില്ല. നമ്മളെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കാത്തു സൂക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. ബാധ്യത നിറവേറ്റണം.